എല്ലാവർക്കും ഓട്ടോവെല്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മെയിൻ്റെനൻസ് വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററോ കിലോമീറ്ററോ വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രൈമറി ആയിട്ട് നോക്കേണ്ട കാര്യം സ്പീഡോമീറ്ററിന്റെ കേബിളാണ്. അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സ്പീഡോമീറ്ററും കിലോമീറ്ററും വർക്ക് ചെയ്യാതിരിക്കുന്നത്. നമുക്ക് സ്പീഡോമീറ്ററിന്റെ കേബിൾ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു സ്പെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യാവുന്നേ. അതിനുവേണ്ടി ഇപ്പോൾ സ്പ്ലെൻഡർ ആണ് ഈ വണ്ടി. ഇതിന് ഇവിടെ ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട്. എല്ലാത്ത HF Deluxe അങ്ങനത്തെ ഹീറോയുടെ നോർമൽ ബൈക്സിലൊന്നും ജസ്റ്റ് ഇവിടെ ഒരു കയറ്റി വെക്കാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഈ സ്ക്രൂ ഒന്നും വരുന്നില്ല. സ്പ്ലെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അയച്ചെടുക്കാം. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടി നമ്മുടെ യൂട്ടിലിറ്റി ബോക്സിൽ നിന്ന് നമ്മുടെ ടൂൾസ് എടുത്തിട്ട് നമുക്ക് പതുക്കെ അയക്കാം. സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ കേബിൾ പുറത്തേക്ക് വലിച്ചെടുക്കാം. കേബിൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഹെഡ് പോർഷൻ അയക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ 2 ബോൾട്ട് ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്ത് ബോൾട്ട് ഉണ്ട്. അത് രണ്ടും നമുക്ക് 10ൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് നമുക്ക് അയക്കാം. അതുപോലെ ഇനി അപ്പുറത്തും അതൊക്കെ ലൂസ് ചെയ്യാം. ലൂസായിട്ടുണ്ട്. നമുക്ക് 2 സൈഡിലെയും ബോൾട്ട് അയച്ചെടുക്കാം. ഇപ്പോൾ ബോൾട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ബോൾട്ട് അയച്ചിട്ട് അതൊക്കെ ഹെഡൊന്ന് പതുക്കെ താഴത്തേക്ക് ഇറക്കാം. അതൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ കേബിളിൻ്റെ കണക്ഷൻ വരുന്നത് സ്പീഡോമീറ്ററിൻ്റെ ഈ താഴെയുള്ള പോർഷനിലാണ്. അപ്പോൾ നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ചോ, ടൈറ്റ് ആണെങ്കിൽ പ്ലെയർ ഉപയോഗിച്ച് അഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ യൂസ് ചെയ്ത് അഴിച്ചാൽ മതി. ഇപ്പോൾ ലൂസാണ്. അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമ്മളിവിടുത്തെ കണക്ഷൻ വല്ലതും വിട്ടിട്ടുണ്ടോ നോക്കണം. സ്പീഡോമീറ്ററിൻ്റെ മിക്കവാറും കേബിൾ ബ്രേക്ക് ആയിട്ടുണ്ടാവും. വേണ്ട, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ബ്രോക്കൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്ക് കേബിളൊന്ന് പുറത്തോട്ട് വലിച്ചെടുക്കാം. മിക്കവാറും കേബിൾ ബ്രോക്കൺ ആയിട്ട് ഇവിടെ മറ്റേ കേബിളിൻ്റെ ഒരു പോർഷൻ ഇവിടെ ബാക്കി ഇരിപ്പുണ്ടാവും. അത് നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കേബിൾ പൊട്ടിച്ചിട്ട് എങ്ങനെ അത് ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ മേടിച്ചേക്കണ ഹീറോ ജെന്യൂൻ കേബിളാണ്. നമുക്ക് പൊടിച്ചിട്ട് ഉണ്ട്. ഇതാണ് പുതിയ കേബിള്. സ്പ്ലെൻഡറിൻ്റെ കേബിളാണ്. ഇത് ഇവിടെ ഒരു ടോപ്പൊക്കെ ഉണ്ട്. അത് പതുക്കൊന്ന് അഴിച്ചിട്ട് കളയാം. ഇതാണ് പുതിയ കേബിൾ. നമുക്കിനി ഈ കേബിളൊന്ന് ഗ്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻ പതുക്കെ വലിച്ചൂരെടുത്തിട്ട് കുറച്ച് ഗ്രീസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതായത് നമുക്ക് കുറച്ചുകൂടെ ഗ്രീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലൂബ്രിക്കേഷൻ കിട്ടും. ആക്കിയിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി പതുക്കെ ഇതൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഗ്രീസ് ഫുള്ളായിട്ട് ആയിക്കോളും. ഇനി നമുക്ക് നേരെ കേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് കേബിൾ ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ പഴയ സ്ക്രൂ ഒന്ന് എടുത്ത് ഇവിടെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേബിൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കണക്ട് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്ക് ആ മറ്റേ പോർഷൻ വെച്ചൊന്ന് ടൈറ്റ് ചെയ്യണം. കണ്ടില്ലേ?
ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.